I want nobody but you. I want nobody but you. I want nobody but you. Hello friends, welcome to OET Cafe. OET Cafeയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അതായത് നമ്മുടെ UK-യിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മുടെ വിസ എന്ന് പറയുന്നത് ഇപ്പോൾ അടിക്കുന്നത് BRP എന്ന് പറയുന്ന കാർഡാണ്. ഈ BRP കാർഡ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതായത് ഞങ്ങളൊരു ലാസ്റ്റ് മന്ത് നാട്ടിലേക്ക് വെക്കേഷൻ വേണ്ടിയിട്ട് പോകാനായിട്ട് എല്ലാ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം സെറ്റായി പോകുന്നതിന് തലേ ദിവസമാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ എൻ്റെ BRP കാർഡ് കാണുന്നില്ല. അങ്ങനെ BRP കാർഡ് എന്തിനാണ് നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് നമ്മൾ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയും BRP കാർഡ് കാണിക്കേണ്ട ആവശ്യമില്ല. ബട്ട് നമ്മൾ വൺസ് അവിടുന്ന് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ അവിടെ നാട്ടിൽ നമ്മൾ ഏത് എയർപോർട്ടിൽ നിന്നാണ് കയറുന്നത് ആ എയർപോർട്ട് മുതൽ തന്നെ ഇത് ട്രാൻസിറ്റ് ആണെങ്കിലും എല്ലാ എയർപോർട്ടിലും നമ്മൾ നമ്മുടെ കാർഡ് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് BRP കാർഡ് റിട്ടേൺ വരുന്ന ടൈമിൽ വേണം. അപ്പോൾ എനിവേ ഫോർച്ചുനേറ്റ്ലി ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ BRP കാർഡ് മിസ്സായെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ പുതിയൊരു BRP കാർഡ് എടുത്തതിന് ശേഷമാണ് നാട്ടിലേക്ക് പോയത്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. നമ്മുടെ ലീവും കാര്യങ്ങളും പിന്നെ വൺസ് തിരിച്ച് റീജോയിൻ ചെയ്യുന്നതും എല്ലാം ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ എന്താണ് BRP കാർഡ് മിസ്സായി കഴിഞ്ഞ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് BRP കാർഡ് എൻ്റെ BRP കാർഡ് നഷ്ടപ്പെടുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്, നമ്മൾ എവിടെ ട്രാവൽ ചെയ്താലും നമ്മൾ എവിടെയൊക്കെ പോകുമ്പോഴും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലെ നമ്മളത് ക്യാരി ചെയ്ത് പോകണം എന്നായിരുന്നു. പക്ഷേ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. BRP കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ വിസ അടിച്ചിരിക്കുന്ന കാർഡാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫോണിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് NI നമ്പർ അതിൻ്റെ ബാക്കിലുണ്ടാവും. അതിന് ചിലപ്പോൾ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഫോട്ടോ വെച്ചിട്ടത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലോ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന ടൈമിലോ ഒന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ അബുദാബി നാളിൽ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അബുദാബിയിലൊക്കെ എന്ന് പറയുമ്പോൾ എമിറേറ്റ്സ് ID എന്ന് പറഞ്ഞിട്ടൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട്. അത് നമ്മൾ എവിടെ പോകുമ്പോഴും ക്യാരി ചെയ്ത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്നതാണ്. അപ്പം അത് സെയിം ഇതാണ് BRP കാർഡ് ഇവിടെ എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ എവിടെ പോകുമ്പോഴും BRP കാർഡ് കരുതുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓൺ ദ വേ എവിടെയോ വെച്ചിട്ട് അത് മിസ്സായി. എനിവേ അങ്ങനെ BRP കാർഡ് ഒരിക്കലും നമ്മൾ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു ന്യൂ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്, ഈ ഡിസംബർ 2024 വരെ നമുക്ക് ഈ BRP കാർഡ് ഇവിടെ UK-യിലുള്ളൂ. അത് കഴിയുമ്പോൾ എല്ലാം ഡിജിറ്റലൈസ് ആവുകയാണ്. പിന്നെ നമുക്ക് കാർഡ് കിട്ടില്ല. അപ്പോൾ എനിവേ അതുവരെ നമ്മൾ BRP കാർഡ് സൂക്ഷിക്കണമല്ലോ. അപ്പം അങ്ങനെ ആർക്കെങ്കിലും BRP കാർഡ് മിസ്സാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് തിരിച്ച് റീഅപ്ലൈ ചെയ്തെടുക്കുക എന്ന് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ BRP കാർഡ് മിസ്സായിട്ട് 7th ഡേയിൽ എനിക്ക് BRP കാർഡ് കയ്യിൽ കിട്ടി കേട്ടോ. അപ്പം 7 ഡേയ്സ് കൊണ്ടാണ് എനിക്കിത് ചെയ്തു തന്നത്. അതായത് നമ്മൾ എമർജൻസി പർപ്പസായിട്ട് പെട്ടെന്നൊക്കെ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ റെഗുലർലി ആയിട്ടൊരു നോർമൽ ആപ്ലിക്കേഷനാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 21 to 28 ഡേയ്സിനുള്ളിൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഈ സെയിം സ്റ്റോറി ഞാൻ വൺസ് BRP മിസ്സായി കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഒരുപാട് UK-യിലേക്ക് വരുന്ന സ്റ്റുഡൻസ് അവരുടെ പേഴ്സൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടുമല്ലോ. ഇപ്പം വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അവരുടെ പേഴ്സൊക്കെ നഷ്ടപ്പെടുന്ന ടൈമിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ വാലിഡ് ആയിട്ടുള്ള BRP കാർഡും കൂടെ മിസ്സായി പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ BRP കാർഡ് വൺസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈവൻ നമുക്ക് ജോബ് പോലും ചെയ്യാൻ പാടില്ല. BRP കാർഡ് ഇല്ലാതെ നമുക്കൊരു ജോലി പോലും കിട്ടില്ല. അങ്ങനെയാണ്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ ഒന്നും BRP കാർഡ് ക്യാരി ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പാസ്പോർട്ട് വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ പാസ്പോർട്ട് നമ്മൾ എവിടെയും കൊണ്ടുപോകുന്നില്ലല്ലോ, അതുപോലെ തന്നെ ഉള്ളൂ. ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങളൊരു ഫോട്ടോ കോപ്പിയോ സ്കാൻഡ് കോപ്പിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഫോണിലോ മറ്റോ കരുതാം. പക്ഷേ അല്ലാതെ ഒറിജിനൽ BRP കാർഡ് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കൂടെ തന്നെ വെച്ചിരിക്കുക.
ഇനി നമുക്ക് BRP കാർഡ് എങ്ങനെയാണ് ഞാൻ ന്യൂലി അപ്ലൈ ചെയ്തതെന്ന് പറയാം. കാരണം എനിക്ക് BRP കാർഡ് വളരെ അത്യാവശ്യമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണം. കാരണം ട്രാവൽ പർപ്പസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വെക്കേഷൻ ഡേയ്സ് അല്ലെങ്കിൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതുകൊണ്ട് ഞാനൊരു സോളിസിറ്റർ ത്രൂ ആണ്, ഇമിഗ്രേഷൻ സോളിസിറ്റർ ത്രൂ ആണ് BRP കാർഡിന് അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇതിന് സഹായിച്ചത് ബിജു ചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ചേട്ടൻ ഇവിടെ സോളിസിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ചേട്ടൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ആ ചേട്ടനാണ് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ സെയിം ഡേയിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇമിഗ്രേഷൻ സോളിസിറ്റർക്ക് ഞാൻ കൊടുക്കേണ്ടി വന്നത് 250 pound ആയിരുന്നു അവരുടെ ഫീസ്. എന്നിട്ട് വിത്തിൻ 7 days നമ്മൾ എമർജൻസി പ്രയോറിറ്റി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു 150 pound വേറൊരു എക്സ്ട്രാ പേയ്മെൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ ആ ഇമിഗ്രേഷൻ സോളിസിറ്റർ ത്രൂ നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. അതായത് നമ്മുടെ ബാക്കി ഡീറ്റെയിൽസും പാസ്പോർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം BRP കാർഡ് എടുക്കാവുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഫോമും കാര്യങ്ങളൊക്കെയാണ്, അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, BRP കാർഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നമ്മളിത് റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ പിന്നെ നമ്മുടെ BRP കാർഡ് ലോസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അതൊരു ഫയൽ ചെയ്യണം, അതൊരു കേസായിട്ട് അവിടെ ഫയൽ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കേസിൻ്റെ ഫയൽ നമ്പർ നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് തരും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് നമുക്ക് ഫോൺ വഴി ചെയ്യാം എന്നൊക്കെ ഞാൻ അന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ നമ്മുടെ പോലീസിനെ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ അവർ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല, BRP കാർഡ് അവരുടെ ഇതിൽ വരുന്ന കാര്യമല്ല, നിങ്ങൾ ഹോം ഓഫീസിൽ മാത്രം വിളിച്ച് റിപ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു കേസ് ഫയൽ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പറുണ്ട്, അത് നമ്മൾ സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയിട്ട് അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ BRP കാർഡ് ലോസ്റ്റ് ആയി, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം എമർജൻസി ആയിട്ട് എനിക്ക് ഒരെണ്ണം അപ്ലൈ ചെയ്യാനായിട്ടാണ്. ഇപ്പം എനിക്ക് കേസ് ഫയൽ നമ്പർ ഉണ്ടെങ്കിൽ ഇനി അത് ഫർദർ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുള്ളൂ, അതുകൊണ്ട് ഇതൊരു കേസ് ഫയൽ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫയൽ നമ്പർ വേണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ വിത്തിൻ 2-3 minutes അവർ നമ്മുടെ ഡീറ്റെയിൽസും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് ഇങ്ങനെ BRP കാർഡ് ഏകദേശം നമ്മളുടെ ഒരു ഇതിൽ കാൽക്കുലേഷനിൽ നമ്മൾ ലാസ്റ്റ് ടൈം എപ്പോഴാണ് നമ്മൾ BRP കാർഡ് യൂസ് ചെയ്തത് അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന ഡേറ്റ് തന്നെ ലാസ്റ്റ് യൂസ് ചെയ്തു, പിന്നെ നമുക്കത് മിസ്സായി എന്നുള്ള രീതിയിൽ അവർ ഒരു കേസായിട്ട് ഫയൽ ചെയ്തിട്ട് അതിൻ്റെ നമ്പർ അപ്പം തന്നെ ഒരു പേപ്പറിൽ എഴുതി നമുക്ക് തരും. അതിൽ ഒരു സ്ലിപ്പായിട്ടാണ് തരുന്നത്. അതിനകത്ത് അവർ ആ പോലീസ് സ്റ്റേഷൻ്റെ സീലും വെച്ചിട്ടുണ്ടാവും, കേസ് ഫയൽ നമ്പറും നമ്മുടെ പേരും ഒക്കെ ഉണ്ടാവും. ആ സ്ലിപ്പ് നമുക്ക് വേണം, ആ സ്ലിപ്പിൻ്റെ സ്കാൻഡ് കോപ്പി നമുക്ക് വേണം. അതൊരു ചെറിയൊരു സ്ലിപ്പാണ്, പക്ഷെ അത് നമുക്ക് ആവശ്യമാണ്, അത് സൂക്ഷിച്ച് വെക്കണം. അതിനുശേഷം ഹോം ഓഫീസിൽ നമ്മൾ ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പിന്നെ ഇമിഗ്രേഷൻ സോളിസിറ്റർ ത്രൂ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ അവരത് ഹോം ഓഫീസിൽ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ BRP കാർഡിൻ്റെ നമ്പർ വെച്ചിട്ട് അവരത് വിളിച്ചിട്ട് ഹോം ഓഫീസിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് അത് ക്യാൻസൽ ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഇമിഗ്രേഷൻ പേജിൽ പോയിട്ട് അവിടെ നമുക്ക് ഗൂഗിളിൽ തന്നെ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നമുക്ക് BRP കാർഡ് ലോസ്റ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ആ പേജിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് ഇങ്ങനെ കേസ് ഫയൽ നമ്പറൊക്കെ ചോദിക്കും, അതെല്ലാം സബ്മിറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് അധികം ഡിലേ വരാനോ ഒന്നും പാടില്ല. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ടൈപ്പിംഗ് എററോ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇത് ഡിലേ ആകരുത് എന്നുള്ള ആവശ്യം കൊണ്ടാണ് ഞാനപ്പം ഇമിഗ്രേഷൻ സോളിസിറ്റർ ത്രൂ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതെനിക്ക് 7th day കയ്യിൽ കിട്ടുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് അപ്പം നമ്മളങ്ങനെ പോലീസിനെയും ഹോം ഓഫീസിനെയും വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തു. അപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രയോറിറ്റി അപ്പോയിൻമെൻറ്റാണ് എടുക്കുന്നത്. പ്രയോറിറ്റി അപ്പോയിൻമെൻറ്റ് നമുക്ക് സെയിം ഡേയിലോ അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ഡേയിലോ ഒക്കെ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഓരോ ഡേയും നമ്മൾ എത്ര ഇമ്മീഡിയറ്റ് ആയിട്ടാണോ നമ്മൾ ബുക്ക് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റും കൂടുതലാണ്. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം നെക്സ്റ്റ് ഡേയിലേക്കുള്ളൊരു അപ്പോയിൻമെൻറ്റ് ഞാൻ നോക്കുമ്പോൾ അതിന് 250 pound ആണ് അപ്പോയിൻമെൻറ്റിൻ്റെ ചാർജ് വരുന്നത്. അതൊരു 1 day കൂടെ ഡിലേ ചെയ്യുമ്പോഴത്തേക്കിനും അത് 150 കുറയും, അങ്ങനെയാണ്. അപ്പോൾ
അപ്പം നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഡിലേ വരും, നമ്മുടെ കാർഡ് വരാനും അപ്പോൾ 1 ഡേ ഫ്രണ്ടിലോട്ടേക്ക് പോകും. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം, അത്രയ്ക്കും ക്യാഷ് ഡിഫറൻസ് വരും. അപ്പോൾ അങ്ങനെ ഞാൻ £150 കൊടുത്തിട്ടാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തു. ഇവിടെ നിന്ന് നമുക്ക് മാഞ്ചസ്റ്റർ, ലിവർപൂളിലും ഉണ്ട്. ഞാനിവിടെ ലിവർപൂളിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ നിയറസ്റ്റ് ആയിട്ടുള്ളത് ലിവർപൂൾ ആണെങ്കിലും നമ്മൾ നിയറസ്റ്റേൽ നമുക്ക് അത്രയും ഡേറ്റ് അവൈലബിലിറ്റി കിട്ടണം എന്നില്ല. ലിവർപൂളിൻ്റെ നോക്കുമ്പോൾ എനിക്കൊരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് പ്രയോറിറ്റി അപ്പോയിൻമെൻറ്റ് പോലും കിട്ടുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ നോക്കുമ്പോൾ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള അവൈലബിൾ ഡേറ്റും കൂടെ നോക്കിയിട്ട് കിട്ടിയത് മാഞ്ചസ്റ്റർ ആയിരുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ ഇന്ത്യൻ എംബസിയിലേക്ക് നമ്മൾ പ്രയോറിറ്റി അപ്പോയിൻമെൻറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേയിൽ അപ്പോയിൻമെൻറ്റ് എടുത്തു. അപ്പോയിൻമെൻറ്റ് എടുത്തപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു ഫോം നമുക്ക് സോളിസിറ്റർ അയച്ചു തന്നു. അതും പിന്നെ അതിനകത്തിൽ ID പ്രൂഫായിട്ട് നമുക്ക് എന്തെങ്കിലും 2 കാര്യങ്ങൾ വെക്കാൻ പറ്റും. നമുക്കൊരു പാസ്പോർട്ടോ UK ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ നമുക്കതൊരു സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബില്ല് എന്തെങ്കിലും ആണെന്ന് തോന്നുന്നുണ്ട്. 2 തിങ്സ് ആയിരുന്നു ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് വേണ്ടുന്നത്. ഒന്ന് അഡ്രസ് പ്രൂഫും ഒന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫും ആയിരുന്നു, ഒരു ഫോട്ടോ ID ആയിരുന്നു. അപ്പം ഞാൻ ഒന്ന് പാസ്പോർട്ടും പിന്നെ അഡ്രസ് പ്രൂഫായിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വെച്ചത്. അങ്ങനെ അത് 2ഉം സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ഞാൻ ജസ്റ്റ് വെച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അതെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അവർക്ക് ഫോട്ടോ കോപ്പിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതെല്ലാമായിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഒറിജിനൽ പാസ്പോർട്ടും ഒറിജിനൽ UK ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ ഈ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് അവരെനിക്ക് അയച്ചു തന്നെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പം അതിനകത്തൊരു ബാർകോഡ് വരും. ആ ബാർകോഡ് നമ്മൾ കയ്യിൽ കരുതണം അപ്പോയിൻമെൻറ്റ് പോകുന്ന ടൈമിൽ. അത് കഴിഞ്ഞിട്ട് പിന്നീട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ അവിടെ മാഞ്ചസ്റ്ററിൽ എംബസിയിൽ പോയി നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈമിന് ഒരു 10-15 മിനിറ്റ്സ് ഏർലിയർ തന്നെ എത്താൻ നോക്കുക. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും നമ്മൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്ത പോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് എടുക്കും, അതുപോലെ ഫോട്ടോ എടുക്കും. പിന്നെ നമ്മുടെ ID എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അവർ സ്കാൻ ചെയ്ത്